മസാജാണ്. ഇപ്പം കൊല്ലം കണ്ട ഇല്ലം എന്തായാലും ഞാൻ തടി കുറയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കറികളോ? എന്ത് കറിയുണ്ട്? അതെ, അപ്പൊ പിന്നെ എനിക്ക് ഉണക്കമീൻ സ്ഥിരം ഇവിടെ വെച്ചാണോ കച്ചവടം? വീട്ടിൽ പോണ്ട, ഒരിക്കലും പോരുത്. നല്ല അടിപൊളി പശുവും പാലിലൊരു ചായയാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ചായ അടിക്കുന്നുണ്ട്. ഇത് കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് യാത്ര തുടരാനായിട്ട്. അപ്പം എന്തായാലും നല്ല സ്ട്രോങ് ചായ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വാങ്ങിയതേ നമ്മുടെ ഇതിനെന്ത് പേരാ പറയുന്നേ? പരിപ്പ് വട? പരിപ്പ് കാരവട അല്ലേ? ഇതിലെന്തൊക്കെ ചേർക്കും? അല്ല പറഞ്ഞോ, ചുമ്മാ വെറുതെ. പെരിഞ്ജീരകം കണ്ടോ? ഇത് കണ്ടോ? എല്ലാം കൂടുതലും പരിപ്പാണ് കേട്ടോ. ഇപ്പം തെറ്റിദ്ധരിക്കണ്ട, ഇത് പരിപ്പ് വടയല്ല, കാരവടയാണ്. കാരവട നല്ല ടേസ്റ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സൂപ്പർ ചായ കേട്ടോ, കൊള്ളാം. രാവിലെ ദോശയുണ്ട് കേട്ടോ, ദോശയും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് ഊണില്ലല്ലോ? ഇല്ല. ആൻറ്റിയുടെ കണവരും കൂടെ ഇട്ട ഒരു കുഞ്ഞു കടയാണ്, വൈകുന്നേരം പലഹാരം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബാക്കി പറയും ഇങ്ങോട്ട് കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് കുറ്റിച്ചലാണ് ആൻറ്റി, പ്രോപ്പർ ആയിട്ട് കുറ്റിച്ചലാണ്. ആൻറ്റിയുടെ സ്വന്തം കടയിലോ വാടകയ്ക്കാണ്, അതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വിശേഷം. ബാക്കി പിന്നാലെ പറഞ്ഞു പോവാം. അപ്പൊ നമ്മുടെ എന്ത് പറയാനാണ്, നമുക്ക് പരിചയമുള്ളൊരു ചേട്ടനെ കണ്ടിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിയില്. അപ്പൊ എന്തായാലും മുമ്പ് ഞാന് ചേട്ടാ അറിയോ എന്നെ? ബിസി, ഭയങ്കര കോള് വിളിയാണ്. അപ്പൊ നിങ്ങൾ ഫോൺ ഇത്തിരി വെക്കുവോ അങ്ങോട്ടെ? ഓ, എല്ലാ അഡ്രസ് സഹിതം പറയാണ്, എല്ലാം ഇവിടെ കേക്കാം. അപ്പം എന്തായാലും നല്ല നൊത്തോലിയും ഞാന് കൈ ഇടുന്നില്ല. നൊത്തോലി, കൂനിപ്പൊടി, ഇതെന്തോന്ന് പറഞ്ഞ കണവയാണ് കേട്ടോ. കണവ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. കണവ കരുവാട് ഞാൻ കഴിച്ചിട്ടില്ല. ചൂരയുണ്ട്, കൊഴിയാളയുണ്ട്, ചാളയുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക. ഇതെങ്ങനെയാണ്? കിലോ കണക്കാണോ? കിലോ. 1 കിലോ എത്ര രൂപയാണോ? പാളയുണ്ട്. അയല 200 രൂപ. അയല 200 രൂപ. ചൂര 100 രൂപ. ഒരെണ്ണം 100. ചെറുതാണെങ്കിൽ 10 എണ്ണം 100 രൂപ. അപ്പൊ മഴ ടൈമിൽ മീൻ കുറവാണ്. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇതുവഴി പോകുമ്പോ കരുവാട് വാങ്ങിച്ച് വീട്ടിൽ കറി വെച്ചിട്ട് എന്നെ ഓർക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ കഴിക്കണ ടൈമില് അല്ലേ? അപ്പൊ പിന്നെ ഞങ്ങള് പോട്ടെ. മുതലാളി തൽക്കാലം ഞാൻ തന്നെ. ഇതിന്റെ പൈസയൊക്കെ തന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണ്? ചുമ്മാ പറയുന്നതാ. ആരെ? ഫേസ്ബുക്ക്? അതെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയ സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്. ബിന്ദു എന്നല്ലേ ചോദിക്കാതെ. നമ്മളപ്പം മാനവീയം ആര്യനാട് ഒരു ചെറിയൊരു വിഷയത്തിലൂടെ നിങ്ങളെ കാണിച്ചിട്ട് അതൊന്നുമല്ല വിജയിച്ച് നമ്മൾ പോകേണ്ടതുണ്ട് കുറച്ച് ദൂരം കൂടെ. അപ്പം വീണ്ടും എൻ്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കുകയാണ് കേട്ടോ. കൂടെ വന്നോളൂ. അതെ, അപ്പൊ പിന്നെ നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഉണക്കമീൻ കടയിലെ ചേട്ടനെയും കണ്ട് അത് കഴിഞ്ഞ് ഇതേ കണ്ടോ, മാനവീയം വീതി ആര്യനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാനും നിങ്ങൾ ഇന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ഇതേ ഇവിടെ ഹരിത കർമ്മസേന ആര്യനാട് പഞ്ചായത്ത് എന്ന് പറഞ്ഞ് ഇതെന്തുവാടെ വേസ്റ്റ് വരുന്ന ബോട്ടിൽ കുപ്പി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ്. എന്തായാലും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ എന്ത് പറയാനാണ്, ഇവിടെ തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പും കാരേജും ഒക്കെയാണ്. അപ്പം നമുക്ക് ഇവിടെ വന്ന് ഇരുന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ. അതിന് വേണ്ടി ഇപ്പോൾ ഈ ഇടയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ് നമ്മുടെ ഗജവീരൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അതെ കണ്ടോ, ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. ആനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ബുക്ക് ഷോപ്പാണേ. നമ്മുടെ എന്ത് പറയാനോ, വായനാശാല, മരച്ചുവട്ടിലെ വായനാശാല, കുടുംബശ്രീയിലെ ഇതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇത് തീർത്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. അപ്പോൾ എനിക്കൊന്ന് വായിക്കാനായിട്ട് ഇതിൻ്റെ ഇവിടെ നമ്മൾ അക്കൗണ്ട് മീൻസ് എന്ത് പറയാനാണടാ, എന്തോ പറയുമല്ലോ വായിക്കാൻ.
വായിക്കാനായിട്ട് നമ്മൾ മെമ്പർഷിപ്പ് അല്ലേ, മെമ്പർഷിപ്പ് എടുക്കേണ്ടതുണ്ട്. വായിച്ചാലും വായനാശീലം വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ. വായിച്ചാലും വളരും, വായിച്ചില്ലേൽ വളരും. പക്ഷെ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ് അല്ലേ. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ കുട്ടികളുടെ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് ഉള്ള ചെറിയ തോതിൽ ഒരു പാർക്ക് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴേ എനിക്കിവിടെ കാണാൻ സാധിച്ചത് വലിയൊരു ആറാണ് കേട്ടോ. എൻ്റെ വലിയൊരു ആറ് മീൻസ് നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പകർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അല്ല സോറി, ഇവിടെ നിന്ന് ഒഴിയാണ് അവിടെ പോകുന്നത് അല്ലേടാ. അത് അവിടെ നിന്നാണോ? അവിടെ നിന്നാണ്. അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. അപ്പം ഈ ആറൊന്ന് കാണിച്ചു കൊടുത്ത് ഇവിടെ കുളിക്കാനൊക്കെ വരുമാരെങ്കിലും വരുന്നുണ്ടല്ലേ? പ്രദേശവാസികളെ പുറത്തുനിന്ന് ആൾക്കാരോ? പുറത്തുനിന്ന് വരും പ്രദേശം. ഈ മഴ വെള്ളം ഒന്ന് കാണിച്ചു കൊടുത്തേ. മഴ ആയതുകൊണ്ടാണ് ചേട്ടാ ഈ വെള്ളത്തിന് ഈ കളറ്? മഴ അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമാണ് അല്ലേ ചേട്ടാ? ഈ വെള്ളം എവിടെ നിന്ന് വരുന്നതാണ്? പേപ്പാറ ഡാം. നമ്മുടെ നെയ്യാർ ഡാം അല്ല, പേപ്പാറ ഡാം. അത് തന്നെ, നെയ്യാർ ഡാമിലെ വെള്ളം അല്ല. ഞാൻ ഓർത്ത് അവിടെ നിന്നായിരിക്കുമെന്ന്. നെയ്യാർ ഡാമിൻ്റെ വെള്ളം. ശരി അങ്ങനെയാണല്ലേ. അപ്പോൾ കുളിക്കാൻ പുറത്തുനിന്ന് ആൾക്കാർ ഒരുപാട്. കോട്ടൂർ വനത്തിൽ കൂടെ വരുന്ന നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അല്ലേ. മഴ ആയതുകൊണ്ടാണ് വെള്ളത്തിന് ഈ കളറെന്ന് അല്ലേ ചേട്ടാ? അതെ. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇരിപ്പിടമാണ് കേട്ടോ. വളഞ്ഞ് മോഡലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെടിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഭംഗി ഇത്രയൊക്കെ തന്നെയാണ്. നമ്മൾ എനിക്ക് ഇനി പറയാനുള്ളത്, നമ്മൾ ഇതൊന്നും അല്ല കേട്ടോ, ഇത് കാണാ കാഴ്ചകൾ കണ്ട് വരുന്ന വഴിയിൽ എടുത്തന്നേ ഉള്ളൂ. അപ്പം ഞാൻ പോകാൻ ഉദ്ദേശിച്ചതും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉദ്ദേശിച്ച സ്ഥലവും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ക്ഷണിച്ച സ്ഥലവും ഇതൊന്നുമല്ല. നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത്. നല്ല മഴയുണ്ട്. മഴയ്ക്ക് മുമ്പ് എനിക്ക് വീഡിയോ എടുത്ത് തരണം. വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ് എൻ്റെ വ്ളോഗിലൂടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കേട്ടോ. അപ്പോൾ കൂടെ വന്നോളൂ കേട്ടോ. ഞാൻ ഇതങ്ങോട്ട് പോവുകയാണേ. അപ്പം ഞാൻ പറഞ്ഞിട്ട് മുകളിൽ കയറി വന്നപ്പോഴാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതും കൂടെ പറഞ്ഞു പോവാതിരുന്ന എങ്ങനെയാണ്? ഇപ്പോൾ സ്ത്രീകൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതേ കണ്ടോ, പല രീതിയിലും ഉള്ള വർക്കൗട്ട് മെഷീൻ ഉണ്ട്. ഇതിൽ കയറി ഇരുന്നിട്ട് ചവിട്ടി ഇങ്ങനെയുള്ളത്. എനിക്കിത് ഞാൻ ഇതുവരെയും ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ കയറി ഇരുന്ന് അങ്ങനെയൊന്നും വ്യായാമം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അഥവാ കയറി ഇത് കാണിച്ചു കൊടുത്തേടാ. ഇത് കണ്ടോ, 2 കാലും വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. കയറി നിന്ന് മണ്ടയടിച്ച് വീഴാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ്. ഞാൻ വീണാൽ പോലെ എടുക്കാനായിട്ട് ഒത്തിരി ചേട്ടന്മാരുണ്ട്. എങ്കിൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അമ്മേ, ഇത് എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? അങ്ങോട്ട് അമ്മയെ കാണിച്ചേ. 3 ദിവസമോ? ഒരാഴ്ച ആയി അല്ലേ? നേരത്തെ ചെയ്തു വെച്ച് ഇതിന്റെ ഉദ്ഘാടനം ഒരാഴ്ച നേരത്തെ ഉണ്ടായിരുന്നു. മെനിഞ്ഞായിരുന്നു ഉദ്ഘാടനം അല്ലേ? 2 ദിവസമായി. ഞങ്ങൾ അമ്പൂരിയാണ്. അപ്പം ഇനി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇനി വളവളാന്ന് സംസാരിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പം പിന്നെ നല്ലൊരു വിശപ്പുണ്ട്. പോകുന്ന വഴിക്ക് മഴയും കേട്ടോ. എന്തായാലും നമുക്ക് ഒരു ഊണ് കഴിച്ചിട്ട് ഇനിയുള്ള യാത്ര തുടരാം. അപ്പോൾ വീട്ടിലെ ഊണെന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ കടയ്ക്കകത്തോട്ട് കയറുകയാണ്. ഊണുണ്ടോ? ഇവിടെയൊക്കെ അടിച്ച് കറങ്ങിയൊക്കെ ഇവിടെ എത്തി. അവസാനം നല്ല പുറത്ത് നല്ല മഴ കേട്ടോ, മഴക്കോള്. അപ്പം എന്തായാലും നല്ല തോരനും നമ്മുടെ അവിയലും നമ്മുടെ മുളക് ചമ്മന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഊണ് കുശാലാണ്. വീണ്ടും പറഞ്ഞു പോവുകയാണ്. കടയ്ക്ക് പേര് വല്ലതും ഉണ്ടോടാ? എസ് എൻ ഹോട്ടൽ. നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. വരുന്ന വഴിയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എസ് എൻ ഹോട്ടലാണ്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തുവാ? പേഴുമൂട്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. അപ്പോൾ 70 രൂപയ്ക്ക് അടിപൊളി ഒരു ഊണാണ് കേട്ടോ. വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഇതുവഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറുക. വീട്ടിലെ ഊണ് കുശാലായിട്ട് കഴിക്കാം. അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് നമുക്ക് മഴ തുടങ്ങി. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയിട്ട് ഇന്ന് വീട്ടിൽ പോകുന്നുള്ളൂ. വീണ്ടും ക്ഷണിക്കുകയാണ് കഴിക്കാനായിട്ട് കേട്ടോ. ഞാൻ നമ്മുടെ കാട്ടാക്കടയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് നിൽക്കുന്നത്. നമ്മുടെ മത്സ്യകന്യക എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അത്ഭുത ലോകം. എത്ര രൂപ ടിക്കറ്റ്? ഒരാൾക്ക് 70. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് 70 രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. എന്തായാലും അധിക ദിവസം എത്ര ദിവസം
26 അല്ലേ? ഒക്ടോബർ 26 വരെയാണ്. വീണ്ടും പറഞ്ഞു പോകുകയാണ് 4 to 9:30 വരെ രാത്രി കേട്ടോ. വൈകുന്നേരം 4 മണി തൊട്ട് 9:30 വരെ അല്ലേ ഷോ. അപ്പൊ നമ്മുടെ ഇവിടെ കാട്ടാക്കടയിൽ ആദ്യമായിട്ട് അല്ലേ ഇങ്ങനൊരു കാട്ടാക്കടയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ മത്സ്യകന്യകയെ കാണാനാണ് ഞാൻ പോകുന്നത്. എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുവഴിയാണ് നമുക്ക് പോവേണ്ടത്. മെയിൻ പോർട്ടിൽ കൂടെയാണ് നമുക്ക് ഉള്ളിലോട്ട് കിടക്കേണ്ടത്. വീണ്ടും ക്ഷണിക്കാണ് കൂടെ വന്നത് കേട്ടോ. അതെ, പിൻ ബ്ലോഗ് EWIN. പോട്ടെ ഞങ്ങള്. അതെ, അപ്പം പിന്നെ നമുക്ക് വീഡിയോയുടെ ഉള്ളിലോട്ട് കയറി വന്ന് പോയാലോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ ടിക്കറ്റും കൂടെ എടുത്ത് ഇങ്ങോട്ട് കുറ്റിയും പറിച്ച് പോന്നിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ കണ്ടോ ഒരുപാട് ബാഡ്സ് ആണ്. ഈ മറു സൈഡ് നോക്കാമെങ്കിൽ ഒരുപാട് കോഴികളാണ്. പക്ഷേ ഇതിലൊന്നും പേരെഴുതി വെച്ചിട്ടില്ല. പേരെഴുതിയാലല്ലേ നമുക്കത് വിവർത്തിച്ച് തരാൻ പറ്റുള്ളൂ. എന്തായാലും നോക്കി നോക്കി വന്നപ്പോൾ എനിക്ക് പറ്റിയ ഒരാളെ ഞാനിവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴ സമയം, ഫുഡ് അടിച്ചാൽ ഉറക്കം വരാണ്ടിരിക്കുമോ? എല്ലാവർക്കും വരുന്നത് തന്നെ. നമ്മുടെ കോഴിയും കിടന്ന് എന്നെ പോലെ ഉറങ്ങുകയാണ്. എനിക്കത് കണ്ടപ്പോൾ അറിയാണ്ട് ചിരി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിച്ചത് ഫിഷാണ്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഫിഷാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കറി വയ്ക്കാം. അത്രത്തോളം വളർന്നിട്ടൊന്നുമില്ല. ബാഡ്സും എന്ത് പറയാനാണ്. ഈ മത്സ്യകന്യക കണ്ടോ. ഈ മത്സ്യകന്യക എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് തിടുക്കപ്പെട്ട് ഇതൊക്കെ ഓട്ടിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഓടി എത്തിയപ്പോൾ ദേ കിടക്കുന്ന വെള്ളത്തിൽ 2 കുട്ടികൾ കേട്ടോ. എന്തായാലും മത്സ്യകന്യക ദാ കിടക്കുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഉള്ളത് പറയാമല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല മ്യൂസിക് ഇട്ട് അവരങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു മത്സ്യകന്യകയെ. ഞാൻ ഈ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇവർ ഫുൾ ടൈം വെള്ളമാണോ? അല്ല കേട്ടോ. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെ അല്ലേ. നമ്മുടെ കാട്ടാക്കടയുടെ അഭിമാനമാണ്. കാട്ടാക്കടയിൽ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ മത്സ്യകന്യക എന്നുള്ളൊരു പ്രോഗ്രാം വന്നത്. അതിൽ എനിക്ക് ഈ പ്രാവശ്യം വന്ന് കാണാൻ പറ്റിയിൽ വളരെ സന്തോഷം തോന്നുകയാണ് കേട്ടോ. വീണ്ടും പറഞ്ഞു പോകുകയാണെങ്കിൽ 70 രൂപ ടിക്കറ്റാണ്. കുഴപ്പമില്ല കേട്ടോ, നഷ്ടമില്ല. ഇവരെ ഡാൻസൊക്കെ നമുക്ക് കുറച്ച് നേരം കാണാൻ പറ്റി. എന്തായാലും ഇങ്ങോട്ടോ വന്നപ്പോഴതേ കണ്ടോ ഈ 2 ആൾക്കാർ 2 ആങ്ങളമാരെന്ന് പറയാം കേട്ടോ. കുട്ടി അനിഞ്ചന്മാർ. അവർ 2 പേരും എന്ത് പറയാനാണ്. കഴുത്തേൽ പാമ്പ്, തലത്തൊന്നും വെക്കാൻ വയ്യ. കഴുത്തേൽ പാമ്പ് ഇട്ട് എന്തോ ഭയങ്കര സ്റ്റൈലും കാണിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് നോക്കി 2 ഓന്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണ്. ഇവരൊക്കെ ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഉള്ളിലോട്ട് കയറി നോക്കിയപ്പോഴാണ് മനസ്സിലായ അവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ. അതിലും ഒരു പാമ്പിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിപ്പം അതറിഞ്ഞെങ്കിൽ ഞാൻ അകത്ത് കയറത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു സാധനം കൂടെയാണ് കേട്ടോ പാമ്പെന്ന് പറയുന്നത്. ഒരു ബാഡ്സ് ഉണ്ട്. അതെല്ലാം കണ്ട് കുഞ്ഞു മോൻ്റെ ഒരു ചിരിയും ആസ്വദിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ തിരിച്ചിട്ടുണ്ട്. വേദന ഇല്ല, കൈകടപ്പ്, കാലുവേദന, മുട്ടുവേദന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് എന്താ ഒരു വൈബ്രേഷൻ അടിച്ച് നല്ല സുഖമുണ്ട് കേട്ടോ. മൾട്ടിപർപ്പസ് എന്തായാലും നടുവേദനയൊക്കെ ഉള്ള ഒരു മസാജാണ് അത്. കൊള്ളാം. എന്താണ്, എങ്ങനെയാണ് സംഭവം? എന്താണ്? ഓ അതെയോ. അപ്പൊ നിങ്ങളുടെ ഇത് എവിടെയാണ് ട്രീറ്റ്മെന്റ് സെന്റർ? പ്രോഡക്റ്റ് കൊടുക്കുകയാണല്ലേ. ഓ ഇതിന്റെ ഇതാണല്ലേ. കൈപരിപ്പ്, ഷുഗർ, കൈവെള്ളതാണ്. ഇത് അക്യുപ്രഷർ എന്ന് പറയുന്ന സംവിധാനം. നമ്മൾ ഡെയിലി ഒരു 5 മിനിറ്റ് കാൽപാതം ചെയ്താൽ 2 കിലോമീറ്റർ ചെരുപ്പില്ലാതെ ചരലിലൂടെ ജിപ്സിലൂടെ നടക്കുന്നതാണ് ചെയ്യുന്നത്. ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഷുഗറിനെയൊക്കെ കുറയ്ക്കാം. അതെല്ലാം മൈഗ്രൈനൊക്കെ ഉണ്ടെങ്കിൽ, ഫാറ്റ് ബേണിങ്ങിന്, അങ്ങനെ മൾട്ടിപർപ്പസ് ആണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഉപയോഗിച്ച് നോക്കി അവർക്ക് ഗുണമുണ്ടെങ്കിൽ ഉള്ളവരാണ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ അവർക്ക് വാങ്ങിക്കുകയും ബുക്ക് ചെയ്യുക. ഒരു കുഞ്ഞറിവാണ് കേട്ടോ. ഇവിടെ വന്നപ്പം നമ്മൾ എന്തായാലും എനിക്കൊരു മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പം അതിവിടെ ഈ സെക്ഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. എവിടെ 50
ഏതാ നമുക്ക് സ്റ്റാർട്ടിങ് 50 50, 100, 150. പിന്നെ ലേഡീസ് വാച്ചൊക്കെ 150 ഉണ്ട്. ചെയിനൊക്കെ ആകുമ്പോൾ 250. പിന്നെ സ്മാർട്ട് വാച്ചൊക്കെ ഉണ്ട് 500. ഇതെത്ര രൂപ? 150. പിന്നെ കോളൊക്കെ ചെയ്യാവുന്ന സ്മാർട്ട് വാച്ച് ഉണ്ട് 500 രൂപ. കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് പറയുന്നത് ആണോ? അതെയോ? അതെ. അപ്പൊ എന്നെ അറിയാം. എനിക്ക് വളരെ അറിയാം. ആണോ? പിന്നല്ല, അതെല്ലാം ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞു. ആണോ? മലയും കുന്നും പുൽപ്പുഴയും ഒക്കെ കേറുന്ന എന്നെ നന്നായിട്ട് സ്ഥിരം കാണുന്ന എങ്ങനെയുണ്ട് അത് ചോദിക്കട്ടെ? അടിപൊളിയാണ്. സത്യസന്ധമായിട്ട് പറയണോ? എന്തായാലും ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുട്ടായി. അതെയോ? അതെ. ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. വാരിക്കോരി തരും. എങ്ങനെ നോക്കടാ? അതെ, ഇതെങ്ങനെയാണ്? ഒരു പാക്കേജ് 26 ഐറ്റം ഉണ്ട് 100 രൂപ. ഇതിൽ 26 ഐറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് എണ്ണി നോക്കാൻ ടൈമില്ല. മാരുണ്ട്, പഞ്ചാര, എല്ലാ സാധനങ്ങളും കൂടെ ചേർന്ന് എത്ര? 100 രൂപയാണ്. ഓമനിക്ക് കൊടുത്തിട്ട് 1ാം ക്ലാസ് വെച്ചു. ആമിന ഓമനയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത മുട്ടായാണ് 1ാം ക്ലാസ്സില്. അപ്പൊ ഈ പല്ലി മുട്ടായാണ് അല്ലേ? ഇതിന് പല്ലി മുട്ടായി എന്നല്ലേ പറയുന്നത്? ആണ്. അത് ആമിന കൊച്ചാം ക്ലാസ് മേടിച്ചു കൊടുത്ത മുട്ടായി. ആണോ? ഷാജഹാൻ മുന്താസ് മേടിച്ചു കൊടുത്ത മുട്ടായി. കറുത്ത പശുവിന്റെ വെള്ളപ്പാൽ വെച്ചിട്ട് പാൽപ്പേടയുണ്ട്. പാൽപ്പേട. ഇതെല്ലാം എത്ര? എങ്ങനെയാണ് റേറ്റ്? 50 രൂപ. 50 രൂപ. ഇത് 20 രൂപ. പഴയകാല കുട്ടിക്കാല, ബാല്യകാല, പ്രണയകാല, വിരയകാല, ശാന്തികാല, സമാധാനകാലം എല്ലാം ഇവിടെ. പാവപ്പെട്ട മുതലാളിയുടെ കടയാണ് കേട്ടോ. 5 പെങ്ങന്മാർക്ക് ഒരൊറ്റ ആകളയാണ് കേട്ടോ. 4 പെങ്ങന്മാരെ ഇനി കെട്ടിക്കാനുണ്ട്. തമാശയല്ല കേട്ടോ. പാവപ്പെട്ട മുതലാളിയാണ്. മുതലാളിക്ക് 5 ആനയും 3 കുതിരയുണ്ട്. അതെ, വാങ്ങിച്ചു കൊണ്ടുപോയി കഴിക്കാം കേട്ടോ. അതെ, പണയം വെച്ച വളയെടുക്കണം, പാത്തുമ്പാരെ സ്വന്തമാക്കണം. പണയം വെച്ച വളയെടുക്കണം, പാത്തുമ്പാരെ സ്വന്തമാക്കണം. നല്ല മഴയുണ്ട്. മണി 6:30 കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ വിശേഷങ്ങൾ, കുഞ്ഞു കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ. ടാറ്റാ ബൈ ബൈ.